ഹായ്, ശരത്താണ്. ഈ വീഡിയോയിൽ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ HDFC ബാങ്കിനെ പറ്റിയിട്ടാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. ആ ഒരു സ്റ്റോക്ക് നോക്കിയാൽ കഴിഞ്ഞ ഒരു 5 വർഷത്തിൽ നെഗറ്റീവ് റിട്ടേൺ തന്നൊരു സ്റ്റോക്കാണ് HDFC ബാങ്ക് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരു സ്റ്റോക്ക് ഇങ്ങനെ പെർഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ നല്ല റിട്ടേൺ ജനറേറ്റ് ചെയ്ത് തരാത്തുന്ന കാര്യം നമുക്ക് അതിന്റെ റീസൺ കൃത്യമായിട്ട് അറിയേണ്ടതായിട്ടുണ്ട്. അതല്ല നമ്മൾ മാക്രോ ആയിട്ടുള്ള റീസൺസ് നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ടുള്ള കാര്യം മനസ്സിലാവില്ല. നമ്മൾ വീണ്ടും ഈ സ്റ്റോക്കിൽ ട്രാപ്പായി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം നമ്മൾ മെയിനായിട്ട് നമുക്ക് ഈ ഒരു സ്റ്റോക്കിലെ കാര്യം നോക്കുമ്പോഴത്തേക്ക് നമ്മൾ പെട്ടെന്ന് കേൾക്കാൻ സാധ്യതയുള്ള ന്യൂസ് എന്ന് പറഞ്ഞാൽ ഒരു നോൺ എക്സിക്യൂട്ടീവ് ചെയർമാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്തതും ആ ഒരു സമയത്ത് ആൾ പറഞ്ഞ കാര്യങ്ങൾ, അതുപോലെ തന്നെ നോക്കിയാൽ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ആ കസ്റ്റമേഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ 81 ബോണ്ടുകൾ സെല് ചെയ്ത കാര്യം. സോ ഈ രീതിയിലുള്ള കുറച്ച് ഇഷ്യൂസ് ആണ് നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരിക. പക്ഷേ കോറായിട്ട് ഈ ഇഷ്യൂസ് കൊണ്ടല്ല സ്റ്റോക്ക് ഈ ഒരു രീതിയിൽ പെർഫോമൻസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മളിപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ നോക്കാതെ നമ്മൾ കൃത്യമായിട്ട് ബിസിനസ് എന്താണെന്ന് നോക്കിയാലും ബിസിനസ്സിൽ എന്ത് കാര്യങ്ങളാണ്, എന്ത് മാറ്റങ്ങളാണ് അവിടെ നടക്കുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് നമ്മൾ ട്രാക്ക് ചെയ്താലുള്ളൂ നമുക്ക് അതിന്റെ കൃത്യമായ റീസൺ മനസ്സിലേക്ക് എടുക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാം. ഇപ്പൊ നമ്മുടെ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഏതൊരാളോട് ചോദിച്ചാലും ഇന്ത്യയിലെ ഏറ്റവും നല്ലൊരു 10 സ്റ്റോക്കിന്റെ പേര് പറയാൻ പറഞ്ഞാൽ അതിൽ HDFC ബാങ്ക് ഉണ്ടാവും, ITC ഉണ്ടാവും, ഏഷ്യൻ പെയിന്റ്സ് ഉണ്ടാവും, റിലയൻസ് ഉണ്ടാവും. ഈ സ്റ്റോക്കുകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു സ്റ്റോക്കുകളൊക്കെ ആൾക്കാരുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് എന്നുള്ള റീസൺ ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ ആരും ഇതിന്റെ ഫണ്ടമെന്റൽസ് നോക്കിയിട്ടോ അല്ലെങ്കിൽ ഈ സ്റ്റോക്കിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് സ്റ്റഡി ചെയ്തിട്ടോ അതിന്റെ ഗ്രോത്തോ അതിന്റെ ഇപ്പോഴത്തെ പൊട്ടൻഷ്യലോ കാര്യങ്ങളൊന്നും നോക്കിയിട്ടല്ല ഇത് പറയുന്നത്. ഇതിന്റെ മെയിൻ റീസൺ കൃത്യമായിട്ട് പച്ചക്കതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണിയെടുക്കാൻ താല്പര്യമില്ലാത്ത ഫണ്ട് മാനേജേഴ്സ് ആണ് ഈ ഒരു നറേറ്റീവ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നിങ്ങൾ ഏതൊരു മ്യൂച്വൽ ഫണ്ട് എടുത്ത് നോക്കുക, അതിനകത്തല്ല ഈ പറഞ്ഞ സ്റ്റോക്കുകളൊക്കെ മിക്കവാറും ഉള്ള മ്യൂച്വൽ ഫണ്ടുകളിൽ എല്ലാത്തിനും ഉണ്ടാവും. കാരണം അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണല്ലോ. ഈ സ്റ്റോക്കുകൾ എടുത്തിട്ട് ആഡ് ചെയ്യുക. സോ എല്ലാ സ്റ്റോക്കിലും നമുക്കാണെങ്കിൽ നമ്മുടെ മ്യൂച്വൽ ഫണ്ട് ഉണ്ടെങ്കിൽ ആ മ്യൂച്വൽ ഫണ്ടിനകത്ത് ഈ സ്റ്റോക്കുകളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് സേഫ് ആണ്, ആ സെക്യൂർ ആണ്, നല്ല സ്റ്റോക്കുകൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് നമുക്കുള്ള ഫീൽ ആൾക്കാർക്ക് തോന്നും. പക്ഷേ ഈ പറയുന്ന ആൾക്കാർക്കും ഈ സ്റ്റോക്കുകളുടെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള റീസൺസോ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ആയിട്ട് എന്താണ് സ്റ്റോക്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, അവരുടെ പെർഫോമൻസ് എങ്ങനെയാണ്, കഴിഞ്ഞ വർഷത്തിൽ നിന്ന് ഈ വർഷത്തിലേക്ക് മാറുമ്പോൾ അവരുടെ പെർഫോമൻസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ, ഇങ്ങനത്തെ യാതൊരു കാര്യവും നമുക്ക് അറിയില്ലെന്നുണ്ടെങ്കിൽ പോലും നമുക്കിതെല്ലാം ലാർജ് ക്യാപ്പ് സ്റ്റോക്കുകളാണ്, അതുകൊണ്ട് തന്നെ സേഫ് ആണ് നമ്മുടെ ഫണ്ട് എന്നുള്ള ഒരു കാര്യമാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത്. അതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യം ക്ലിയർ ആക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഒരു ഒബ്ജക്റ്റീവ്, സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്താണെന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് നമ്മൾ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഇവിടേക്ക് വരുന്നത് നമ്മൾ റിട്ടേൺസ് നല്ല രീതിയിൽ ജനറേറ്റ് ചെയ്യാനായിട്ടാണ്. പക്ഷേ എല്ലാവരും ഫസ്റ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ക്യാപിറ്റൽ പ്രൊട്ടക്ഷൻ എന്നുള്ള കാര്യമാണ്. ക്യാപിറ്റൽ പ്രൊട്ടക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടെ വരുന്ന ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ക്യാഷ് ജനറേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ റിട്ടേൺസ് നമ്മൾ ജനറേറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കണം. അതല്ലാതെ ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്യാനാണ് നമ്മൾ FD ഇടുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ നമുക്ക് എത്രയൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് ആ രീതിയിലുള്ള ഓപ്ഷൻസ് നോക്കിയാൽ അത് ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്തിരിക്കാനാണെങ്കിൽ നമുക്ക് വേണ്ടത് ഈ ക്യാപിറ്റലിന്റെ മുകളിൽ ക്യാപിറ്റൽ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യണം. അതല്ല പക്ഷേ നമ്മുടെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്നുള്ള കാര്യമാണ്. നമുക്ക് വേണ്ട ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് റിട്ടേൺ നമുക്ക് അതിനകത്ത് വേണം. റിട്ടേൺ ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ക്യാപിറ്റൽ അവിടെ ഓൾറെഡി പ്രൊട്ടക്ട് ആവണം, അല്ലെങ്കിൽ പിന്നെ നമുക്ക് റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ റിട്ടേൺ ജനറേഷനെ പറ്റിയിട്ട് സംസാരിക്കാതെ ഈ ഫണ്ട് മാനേജേഴ്സ് എല്ലാം ക്യാപിറ്റൽ പ്രൊട്ടക്ഷൻ അതല്ലെങ്കിൽ ലാർജ് ക്യാപ് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നൊക്കെയുള്ള നറേറ്റീവ് പറഞ്ഞിട്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ നോക്കിയാൽ മതി. മെയിനായിട്ട് ഇപ്പോൾ ഇൻഡെക്സ് ഫണ്ടുകളുണ്ട്. ഇൻഡെക്സ് ഫണ്ടുകൾക്ക് പോലും ഇവർ ഈ പറഞ്ഞ പോലെ ഫണ്ട് മാനേജ് ചെയ്യുന്നതിന് ചാർജ് മേടിക്കുന്നുണ്ട്. സോ എന്ത് റീസണിന്റെ പേരിലാണ് ഈ ഇൻഡെക്സ് ഫണ്ടുകൾക്കൊക്കെ ഫണ്ട് മാനേജ് ചെയ്യുന്നത്? കാരണം ഇവരൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻഡെക്സ് ഫണ്ട് ഓൾറെഡി ഇൻഡെക്സിലുള്ള സ്റ്റോക്കുകളല്ല ഏതൊക്കെയാണെന്ന് അറിയാം. ഇപ്പം Nifty 500 ആണ്, അതിനകത്തുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് അറിയാം. അല്ല Nifty 50 ആണെന്നുണ്ടെങ്കിൽ അതിനകത്തെ സ്റ്റോക്ക് ഇവരാരും പ്രത്യേകിച്ച് മാനേജ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ നമ്മൾ ഇപ്പോഴും ഇവിടെ മ്യൂച്വൽ ഫണ്ട് മേടിക്കുന്ന ആൾക്കാർ ഈ ഫണ്ട് മാനേജ് ചെയ്യുന്നതിന് പേയ്മെന്റ് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന രീതിയിൽ ഫണ്ട് മാനേജ് ചെയ്യുന്ന ആൾക്കാർക്ക് അവരുടെ പണി എളുപ്പമാക്കുന്ന ഒരു പണിയാണ്. ഇതുപോലത്തെ കുറെ സ്റ്റോക്കുകളുടെ പേരെടുത്ത് വെച്ചിട്ട് അവർ നേരത്തെ എങ്ങനെ പെർഫോം ചെയ്തിട്ടുണ്ടോ അതിനനുസരിച്ച് നോക്കിയിട്ട് ഇപ്പോഴും അവരിനി ആ രീതിയിൽ പെർഫോം ചെയ്യും. ഇപ്പൊ HDFC ബാങ്ക് എന്ന് പറയുന്ന ബിസിനസിനെ പറ്റിയിട്ടല്ല നമ്മൾ സംസാരിക്കുന്നത്. ഒരു ഇൻവെസ്റ്റർ എന്നുള്ള നിലയ്ക്ക് ആ സ്റ്റോക്കിൽ നമുക്ക് എത്ര റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ തരാൻ സാധ്യതയുണ്ട്, അതാണ് നമുക്ക് അറിയേണ്ട കാര്യം. അതല്ലാതെ HDFC ബാങ്ക് എന്ന് പറയുന്ന ബിസിനസ് എങ്ങനെയുണ്ട്, ആ ബിസിനസ്സിന് നമുക്ക് എത്ര മാർക്ക് കൊടുക്കാം, നമ്മൾ അതിന് മാർക്ക് കൊടുക്കാനായിട്ടല്ല നമ്മളോട് വന്നിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്റ്റോക്കിന്റെ പെർഫോമൻസ് പഴയ ഇപ്പം നമ്മൾ 2008 ക്രൈസിസിന് ശേഷം റിസഷന് ശേഷമുള്ള HDFC ബാങ്കിന്റെ പെർഫോമൻസ് നോക്കാം. ആ 2008 തൊട്ട് 2020 വരെയുള്ള സമയത്ത് HDFC ബാങ്കിന്റെ സ്റ്റോക്ക് ഏകദേശം 30% CAGR തന്നിട്ടുണ്ട് റിട്ടേൺ. അത് ലാസ്റ്റ് 10 ഇയേഴ്സിൽ നോക്കിയാൽ 10% താഴെയാണ് അവരുടെ റിട്ടേൺ. അതായത് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ കമ്പനിയുടെ CAGR റിട്ടേൺസ് എന്ന് പറയുന്നത്, ഞാനിവിടെ ഡിവിഡൻഡ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, അത് നിങ്ങൾ നോക്കണം. ഒരു ഈ പറയുന്ന കാൽക്കുലേഷൻസിലൊന്നും ഡിവിഡൻഡ് കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ലാസ്റ്റ് 10 ഇയേഴ്സിൽ ഈ കമ്പനി തന്നിരിക്കുന്ന റിട്ടേൺ എന്ന് പറയുന്നത് 10% താഴെയായിട്ട് അറൌണ്ട് 9.5 9.6 ഒക്കെയാണ് ഇന്നത്തെ ഒരു ദിവസം ഞാനിത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവരുടെ CAGR റിട്ടേൺ എന്ന് പറയുന്നത്. അത് 9% ഉണ്ടെന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ അവിടെ നമ്മൾ ലാസ്റ്റ് 5 ഇയേഴ്സ് എടുത്ത് നോക്കുക. ലാസ്റ്റ് 5 ഇയേഴ്സിൽ നെഗറ്റീവ് റിട്ടേൺ ആണ് ഈ സ്റ്റോക്ക് ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ 10 വർഷത്തിലെ ആദ്യത്തെ 5 വർഷത്തിൽ ഏകദേശം 20% മുകളിലുണ്ടായിരുന്നു CAGR. അതിനുശേഷമുള്ള ലാസ്റ്റ് 5 ഇയേഴ്സ് എന്ന് പറയുന്നത് CAGR നെഗറ്റീവ് ആണ്. അതായത് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത ആളുകളുടെയൊക്കെ എമൗണ്ട് അങ്ങോട്ട് പോയിട്ടുള്ളൂ. അതായത് നമുക്ക് ഇങ്ങോട്ട് റിട്ടേൺസ് ഒന്നും ജനറേറ്റ് ചെയ്ത് തന്നിട്ടില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെയുള്ള ആരോട് ചോദിച്ചാലും ഏറ്റവും നല്ല സ്റ്റോക്കുകളുടെ പേര് പറയാൻ പറഞ്ഞാൽ നമ്മൾ ഈ സ്റ്റോക്കിന്റെ പേര് പറയുന്നുണ്ടാവും. ഒരു കാര്യം നമുക്ക് ഇതിനകത്ത് പറയാനായിട്ട് വരും. ഈ സ്റ്റോക്കിൽ ഇപ്പോൾ HDFC ബാങ്ക് പോലത്തെ ഒരു സ്റ്റോക്ക് അവരുടെ അസറ്റ് ക്വാളിറ്റി ഇത്രയും അവർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന സ്ഥിതിക്ക് ഈ സ്റ്റോക്ക് ഇവിടുന്ന് ഒരുപാട് ഇപ്പോൾ 50%, 70%, 80% ഒക്കെ താഴേക്കുമുള്ള സാധ്യത വളരെ കുറവാണ്. അതിനർത്ഥം സ്റ്റോക്ക് റിട്ടേൺ ജനറേറ്റ് തരുമെന്നുള്ള കാര്യമാണ്, തരുമെന്നുള്ള കാര്യമല്ല. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന പൈസക്ക് റിട്ടേൺ ജനറേറ്റ് തരുമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ
ഫ്യൂച്ചറിൽ അവരുടെ ഗ്രോത്ത് എന്താണെന്നുള്ള കാര്യമാണ് നമുക്കറിയേണ്ടത്. നമുക്ക് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള കാര്യം എന്താണെന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ 1-2 കാര്യങ്ങൾ ഇവിടെ ഷെയർ ചെയ്യാം. ആദ്യം ഞാൻ എന്തൊക്കെയാണെന്ന് പറയാം, അതിനുശേഷം ഞാൻ എൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്യാം. അതിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ബാങ്ക് എങ്ങനെയാണ് ക്യാഷ് ഉണ്ടാക്കുന്നത്, അവരുടെ ബിസിനസ് എന്താണെന്നുള്ള ഒരു ബേസിക് ധാരണ നമുക്ക് ഉണ്ടാവണം. ഇവർ പുറത്തുനിന്ന് ഫണ്ട് എടുത്തതിന് ശേഷം ആ ഫണ്ട് ലോണുകളായിട്ട് വേറെ ആളുകളിലേക്ക് കൊടുക്കുകയും അതിന് പലിശ മേടിക്കുകയും ചെയ്യും. അപ്പോൾ ഇവർ ഫണ്ട് എടുക്കുന്നതിന് ചെറിയ പലിശ കൊടുക്കണം, അതിനുശേഷം ഇവർ ലോൺ പുറത്തേക്ക് കൊടുത്ത് അതിന് ഇവർ പലിശ മേടിക്കുന്നു. അപ്പോൾ അവർ പുറത്തേക്ക് കൊടുക്കുന്ന ലോണുകൾക്ക് മേടിക്കുന്ന പലിശ കൂടുതലായിരിക്കണം ഇവർക്ക് എടുക്കുന്ന ഫണ്ടിനെ കഴിഞ്ഞിട്ട്. ആ വരുന്ന ഡിഫറൻസ്, ആ മാർജിനാണ് ഇവരുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ആ മാർജിനിൽ നിന്ന് ഇവരുടെ എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ കുറഞ്ഞതിന് ശേഷമുള്ളതാണ് പ്രോഫിറ്റ്. അപ്പോൾ ഈ ഒരു ഡിഫറൻസ് ആണ് ഇവർ മേക്ക് ചെയ്യുന്നത് ഈ ഒരു ബിസിനസ് ചെയ്തുകൊണ്ട്. അപ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് ഈ ഒരു കമ്പനിയുടെ ഗ്രോത്ത് ഉണ്ടോ എന്നുള്ള കാര്യം അറിയേണ്ടത്, ലോണുകൾ ഗ്രോ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് നമുക്ക് കൃത്യമായിട്ട് അറിയേണ്ടത്. അതുപോലെ തന്നെ ഇതിന്റെ മാർജിൻ എത്രയുണ്ടെന്നുള്ള കാര്യം, ഈ ലോൺ കൊടുക്കുമ്പോൾ ഇവർ കൊടുക്കുന്ന ലോണും ഇവർക്ക് കിട്ടുന്ന പൈസയുടെ പലിശയും, ഈ രണ്ട് ഇൻട്രസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്, അതാണ് അവരുടെ മാർജിൻ. ആ മാർജിനിൽ എന്തൊക്കെ വ്യത്യാസം വരുന്നുണ്ടെന്നുള്ള കാര്യം നമുക്കറിയണം. ഇത് രണ്ടും മനസ്സിലാകുമ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് ആ കമ്പനിയുടെ ഗ്രോത്ത് എങ്ങനെയാണെന്നുള്ളൊരു ധാരണ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതിന്റെ കൂടെ തന്നെ നമ്മൾ ഇതൊരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ട് തന്നെ ഇവരുടെ അസറ്റ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഇവർ ഓൾറെഡി കൊടുത്ത ലോണുകളുണ്ട്, ആ ലോണുകളുടെ റീപേയ്മെന്റ്, ഇവർ കൊടുത്ത ലോണുകളുടെ റീപേയ്മെന്റ് കൃത്യമായിട്ട് വന്നാലേ ഉള്ളൂ ഇവർക്ക് നല്ല രീതിയിൽ പുതിയ ലോണുകൾ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ കൊടുത്ത ലോൺ ആൾക്കാർ തിരിച്ച് പൈസ തരുന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ ക്യാപിറ്റൽ വരില്ല. അതല്ലെങ്കിൽ നമ്മൾ ആ സമയത്ത് പുതിയ ലോൺ കൊടുക്കാനല്ല പോകുന്നത്, നമ്മൾ എങ്ങനെയാണോ ഈ ലോൺ കൊടുത്തേക്കുന്നത് ആ പൈസ തിരിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ അസറ്റ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഏതൊരു ബിസിനസിനെ പറ്റിയിട്ട്, ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബാങ്കോ NBFC അങ്ങനത്തെ ഏത് കമ്പനിയെ പറ്റി നമ്മൾ സംസാരിച്ചാലും നല്ലൊരു ബിസിനസ് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അസറ്റ് ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം ബേസിക് ആയിട്ട് ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. സോ അതിനെപ്പറ്റി നമ്മൾ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അസറ്റ് ക്വാളിറ്റി എന്തായാലും ഇവർ കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം ഇവർ പെർഫോം ചെയ്യേണ്ടത് ഇവരുടെ ലോൺ ബുക്കിന്റെ ഗ്രോത്തും അതേപോലെ തന്നെ ഇവരുടെ മാർജിൻ എത്ര ഉണ്ടെന്നുള്ള കാര്യമാണ് നമുക്ക് അറിയേണ്ടത്. അത് നോക്കുന്ന സമയത്ത് നമുക്ക് 2008 ശേഷമുള്ള ഡേറ്റ എടുത്ത് നോക്കിയാൽ HDFC ബാങ്കിന്റെ ലോൺ ബുക്കിന്റെ ഗ്രോത്ത് നോക്കിയാൽ എല്ലാ വർഷവും 20% മുകളിൽ അവരുടെ ലോൺ ബുക്കിന്റെ ഗ്രോത്ത് വരുന്നുണ്ടായിരുന്നു. ചില വർഷങ്ങളൊക്കെ 28-30% അവരുടെ ലോൺ ബുക്കിൽ ഗ്രോത്ത് വരുന്നുണ്ട്. അതായത് ഇപ്പോൾ കഴിഞ്ഞ വർഷം, ഇപ്പോൾ ഈ വർഷം അവർ 100 കോടി രൂപ ലോൺ കൊടുത്തെങ്കിൽ അടുത്ത വർഷം അവർ 120 കോടി 130 കോടി ആ രീതിയിലേക്കാണ് ലോൺ കൊടുക്കുന്നത്. ഇവർ കൂടുതൽ ലോൺ കൊടുക്കുന്ന സമയത്താണ് ഇവർക്ക് ഇൻട്രസ്റ്റ് ഇൻകം ആയിട്ട് കൂടുതൽ എമൗണ്ട് ഇവരിലേക്ക് കിട്ടുന്നത്. അല്ലെങ്കിൽ ഇവരുടെ മാർജിൻസ് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട്, ഇവർ കൊടുക്കുന്ന പലിശ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് കൂടുതൽ ലോണുകൾ കൊടുക്കാൻ തുടങ്ങുമ്പോൾ ഇവർക്ക് കൂടുതലായിട്ടുള്ള ഇൻട്രസ്റ്റ് ഇൻകം കിട്ടാറുണ്ട്. ആ ഇൻട്രസ്റ്റ് ഇൻകം അങ്ങനെ നല്ല രീതിയിൽ വന്നാലേ ഉള്ളൂ ഇവർക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റും ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ആ പ്രോഫിറ്റ് അങ്ങനെ ജനറേറ്റ് ചെയ്താലേ ഉള്ളൂ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവന്റെ ലോൺ ബുക്ക് ഗ്രോത്ത് ആണ് അറിയുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ 2020 കോവിഡ് വരുന്ന സമയം വരെ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ലോൺ ബുക്കിന്റെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ 20% മുകളിലായിരുന്നു. ആ പാടെ 2 വർഷമുള്ളൂ ഇവരുടെ ലോൺ ബുക്കിന്റെ ഗ്രോത്ത് 20% താഴെ പോയിട്ടുള്ളൂ. അതും ഏകദേശം 19% 18% മുകളിലായിട്ടാണ് ആ 2 വർഷങ്ങളിലുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ അവരുടെ ലോൺ ബുക്കിന്റെ ഗ്രോത്ത് 20ക്ക് മുകളിൽ അവർ കൺസിസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നു. ആ ഒരു സമയത്ത് അവരുടെ സ്റ്റോക്കിന്റെ പ്രൈസ് നോക്കിയാൽ 30%ഓളം CAGR അവർ എല്ലാ വർഷവും തന്നിട്ടുണ്ട്. 30%. അതിനുശേഷം നമ്മൾ ഈ കോവിഡിന് ശേഷമുള്ള ഇപ്പോഴത്തെ ഒരു ലാസ്റ്റിലത്തെ ഒരു 5 വർഷം നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ലോൺ ബുക്കിന്റെ ഗ്രോത്ത് ഈ ഒരു പേസിലൊന്നും അല്ല ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് പല റീസൺസ് ഉണ്ട്. എന്നാലും നമ്മൾ കൃത്യമായിട്ട് എൻ്റെ ലോൺ ബുക്കിന്റെ ഗ്രോത്ത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യമാണ്. ഒന്ന്, ഇവരുടെ ലോൺ ബുക്കിന്റെ സൈസ് കൂടിയിട്ടുണ്ട്. 2, ഇവർ HDFC ലിമിറ്റഡുമായിട്ട് മെർജ് ചെയ്തിട്ടുണ്ട്. സോ ഇത് മെർജ് ചെയ്ത സമയത്ത് HDFC ലിമിറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു NBFC ആണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് അവരുടെ ലോൺ ബുക്ക് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ സെക്യൂർഡ് ആണ്, പക്ഷേ മോർഗേജ് ലോണുകളാണ്. അതുകൊണ്ട് തന്നെ അതിന് പലിശയും കാര്യങ്ങളൊക്കെ കുറവാണ്. അതായത് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്ന ആൾക്കാരോട് ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ തന്നെ ഇവരുടെ ഈൽഡ് മൊത്തത്തിൽ കമ്പനിയുടെ കുറയും. കാരണം ഓവറോൾ ഈ 2 ബിസിനസ്സോട് മെർജ് ചെയ്യുന്ന സമയത്ത് ഈൽഡ് മൊത്തത്തിൽ കുറയും. അതുപോലെ തന്നെ അതിനനുസരിച്ചിട്ട് ഇവരുടെ നിംസും കുറയും. നിംസ് എന്ന് പറഞ്ഞാൽ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ, ഈ കൊടുക്കുന്ന ലോണും ഇവർക്ക് ക്യാപിറ്റൽ റൈസ് ചെയ്യുന്ന അതിന് കൊടുക്കേണ്ടി വരുന്ന പലിശയും. സോ ഇതിന്റെ ഡിഫറൻസ് ആണ് നിംസ് എന്ന് പറയുന്നത്. അപ്പം നിംസും കുറയും. അതുപോലെ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, HDFC ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഒരു NBFC ആയിരുന്നു. സോ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഡിപ്പോസിറ്റ്സ് അധികം സ്വീകരിക്കാനായിട്ട് പറ്റത്തില്ല. RBIയുടെ ഗൈഡ് ലൈൻ ഉണ്ട്, ഇവർ ഡിപ്പോസിറ്റ് ബുക്ക് ഗ്രോ ചെയ്യാതെ ചുമ്മാ ലോൺ കൊടുത്തുകൊണ്ടിരിക്കാനായിട്ട് പറ്റില്ല. ക്രെഡിറ്റ് ടു ഡിപ്പോസിറ്റ് റേഷ്യോ എന്ന് പറഞ്ഞ ഒരു റേഷ്യോ തന്നെയുണ്ട്. സോ അവർ ഈ പറഞ്ഞ ഡിപ്പോസിറ്റ് ആയിട്ട് എടുക്കുന്ന എമൗണ്ടിനെ കഴിഞ്ഞ് കുറച്ച് താഴെ ആയിരിക്കണം ഇവർ ലോണുകൾ പുറത്തേക്ക് കൊടുക്കേണ്ടത്. ആ രീതിയിൽ നോക്കുമ്പോൾ ഈ HDFC ലിമിറ്റഡുമായിട്ട് മെർജ് ചെയ്തതിന് ശേഷം ഇവരുടെ ക്രെഡിറ്റ് ടു ഡിപ്പോസിറ്റ് റേഷ്യോ 100 മുകളിലേക്ക് പോയിട്ടുണ്ട്. സോ അതവർക്ക് കൃത്യമായിട്ട് മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവർ ഡിപ്പോസിറ്റ് ബുക്കിൽ ഗ്രോത്ത് വരുത്തേണ്ടതായിട്ടുണ്ട്. ഇവർ ഡിപ്പോസിറ്റ് ബുക്കിൽ ഗ്രോത്ത് വരുത്തുക എന്നുള്ളതാണ് കഴിഞ്ഞ ഒരു 2 വർഷമായിട്ട് ബാങ്കിന്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഇവരുടെ ലോൺ ബുക്കിൽ ഇവർക്ക് ആ ഒരു പഴയ ഒരു പേസിൽ ഗ്രോ ചെയ്യാനായിട്ട് പറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രൈമറി ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ലോൺ ബുക്കിനെ ഇവർ ഗ്രോ ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഇവർ വീണ്ടും ക്യാപിറ്റൽ റൈസ് ചെയ്യേണ്ടി വരും, അതായത് ഡിപ്പോസിറ്റ് റൈസ് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഇവർക്ക് ലോൺ ബുക്കിന്റെ ഗ്രോത്തിനെ ഇവരൊന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചുകൊണ്ട് ഇവർ മാക്സിമം ഡിപ്പോസിറ്റിനാണ് ഗ്രോ ചെയ്യാനായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരുന്നത്. അത് 2023 ശേഷം ഈ HDFC ലിമിറ്റഡ് മെർജ് ചെയ്ത സമയത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതിനുശേഷം അവർക്ക് ഗ്രോ ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു റീസൺ അതാണ്. അതിന് മുമ്പ് നോക്കിയാൽ തന്നെ കോവിഡ് കഴിഞ്ഞപ്പോൾ തൊട്ട് തന്നെ ഇവരുടെ ലോൺ ബുക്കിന്റെ ഗ്രോത്ത് 20% താഴേക്ക് പോയിട്ടുണ്ട്. ആ നമ്പേഴ്സ് എല്ലാം ഞാനിപ്പോൾ എൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാണ് HDFC ബാങ്കിന്റെ കഴിഞ്ഞ ഒരു 10-15 വർഷത്തെ ലോൺ ബുക്കിന്റെ ഗ്രോത്ത്, ഇയർ ഓൺ ഇയർ ഉള്ള ഗ്രോത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്താണ്. നമ്പേഴ്സിൽ ചെറിയ ഡിഫറൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ജസ്റ്റ് ഞാനൊന്ന് ക്രിയേറ്റ് ചെയ്ത ഫിഗേഴ്സ് ആണ് ഇതെല്ലാം. ഇതിപ്പം ഇവിടെ ഫൈനാൻഷ്യൽ ഇയർ ഉണ്ട്, അതുപോലെ തന്നെ ഇവരുടെ ഗ്രോത്ത് റേറ്റ് എത്രയാണെന്നുള്ള കാര്യം ഈ ഒരു കോളത്തിൽ കാണാനായിട്ട് പറ്റും. പിന്നെ ആനുവലി, പിന്നെ അതിന് പുറത്ത് എന്താണ് റീസൺ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ടുണ്ട്. അത് വേണ്ടവർക്ക് വേണ്ടി ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് നോക്കാവുന്നതാണ്. നമുക്ക് 2010 തൊട്ടുള്ള ഡേറ്റ നോക്കിയാൽ 2010 ഏകദേശം 28% അവർ ഗ്രോ ചെയ്തിരിക്കുന്നത്. അവരുടെ ലോൺ ബുക്കിൽ വന്നിരിക്കുന്ന ഗ്രോത്ത് ആണ് 28%. അതിന് മുമ്പിൽ ഇവർക്ക് മെർജർ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ 2010 തൊട്ടുള്ള ഫൈനാൻഷ്യൽ ഇയറിനെ പറ്റി പറഞ്ഞു കൊടുക്കുന്നത്. 28%, 26%, 21,
ഓൾമോസ്റ്റ് 22, 23, 26, 20, 27 ഈ ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ FY 27 ഒരു 19%, FY 28 18%. അതിനുശേഷം 2019 ആയ സമയത്ത് 24%, ഈ കോവിഡിൻ്റെ വർഷം 2020 21% അവരുടെ ലോൺ ബുക്കിൻ്റെ ഗ്രോത്ത്. ഈ 2020 കോവിഡ് കൃത്യം സ്റ്റാർട്ട് ചെയ്തൊരു വർഷമാണ്, ആ ഫെബ്രുവരി മാർച്ചിലായിട്ടാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് പോലും അവർക്ക് 20% മുകളിൽ ഗ്രോത്ത് വരുത്താനായിട്ട് പറ്റിയിട്ടുണ്ട്. ഈ 2 വർഷം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സമയത്തും അവർക്ക് 20% മുകളിലായിരുന്നു ലോൺ ബുക്കിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, 27-28% അവർ ഗ്രോ ചെയ്തുകൊണ്ടിരുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ആവറേജ് എടുത്ത് നോക്കിയാൽ 20% മുകളിലായിരുന്നു അവരുടെ ലോൺ ബുക്കിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത്. ആ രീതിയിൽ അവർ കൂടുതലായിട്ട് ലോൺ പുറത്തേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ അതിനുശേഷമുള്ള ഫിഗേഴ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2021 തൊട്ട് നോക്കിയാൽ 14% ലോൺ ബുക്കിൻ്റെ ഗ്രോത്ത്, അതിനുശേഷം 11%, പിന്നീട് നോക്കിയാൽ 16.9, അതായത് ഏകദേശം 17% ലോൺ ബുക്കിൻ്റെ ഗ്രോത്ത്. ഇവിടെ ഒരു 56% ഉണ്ട്. ഇത് HDFC ആയിട്ടുള്ള മെർജർ നടന്ന സമയത്താണ്. സോ അതുകൊണ്ടാണ് ഈ ഒരു ലോൺ ബുക്കിൽ ഇത്രയും ഗ്രോത്ത് വരുന്നത്. അതിനുശേഷമുള്ള കഴിഞ്ഞ വർഷം നോക്കിയാൽ FY 25 നോക്കിയാൽ 5.4%. ഞാൻ പറഞ്ഞില്ലേ, മെർജർ വന്ന സമയത്ത് ഇവർക്ക് കൂടുതലായിട്ട് ഡിപ്പോസിറ്റ് എടുക്കുക എന്നുള്ളതാണ് ഇവരുടെ മെയിൻ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ. കാരണം ഇവർക്ക് ആ റേഷ്യോ കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്, ക്രെഡിറ്റ് ടു ഡിപ്പോസിറ്റ് റേഷ്യോ ഒക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ കൂടുതലായിട്ട് ആ ഒരു രീതിയിലേക്ക് കോൺസെൻട്രേഷൻ പോയ സമയത്ത് ഇവർ ലോൺ ബുക്കിൻ്റെ ഗ്രോത്ത് 5% മാത്രമായിരുന്നു. ഈ ഒരു ഫൈനാൻഷ്യൽ ഇയർ നോക്കിയാൽ 12% ആണ് അവരുടെ ലോൺ ബുക്കിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത്. മൊത്തത്തിൽ ഇന്ത്യയുടെ സിസ്റ്റം ക്രെഡിറ്റ് ഗ്രോത്ത് നോക്കിക്കഴിഞ്ഞാൽ 15-16% മൊത്തത്തിൽ ഗ്രോത്ത് വന്നിട്ടുള്ളത്. ആ ഒരു സമയത്ത്, അതായത് ഈ ഒരു സെക്ടറിൽ 15-16% ഗ്രോത്ത് വന്ന സമയത്ത് ഈ ബാങ്കിൻ്റെ ലോൺ ബുക്ക് ഗ്രോ ചെയ്തിരിക്കുന്ന 12% മാത്രമാണ്. മൊത്തത്തിൽ നോക്കിയാൽ ബാങ്കിൻ്റെ ലോൺ ബുക്കിൻ്റെ ഗ്രോത്ത് നല്ല രീതിയിൽ താഴേക്ക് വന്നിട്ടുണ്ട്. 20%, 22, 23, 24 ആ ഒരു ശതമാനത്തിലേക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഗ്രോ ചെയ്തിട്ടുള്ള കമ്പനി ഇപ്പോൾ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത് 10-15% ഇടയ്ക്കാണ്. അതിൽ തന്നെ നോക്കിയാൽ കഴിഞ്ഞ വർഷം ഈ വർഷം നോക്കി കഴിഞ്ഞാൽ അതിലൊക്കെ താഴേക്ക് പോയിട്ടുണ്ട്, 5%, 12%. അപ്പോൾ ആവറേജ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര താഴേക്കാണ് അവരുടെ പെർഫോമൻസ് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം. സോ ഇതിനെ പറ്റിയിട്ട് പലരും ഡിസ്കസ് ചെയ്യുന്നില്ല. ഈ ഒരു കാര്യം സംഭവിക്കുന്നതുകൊണ്ടാണ് സ്റ്റോക്കിൽ ഈ രീതിയിലുള്ള നമ്മൾ പണ്ട് പ്രതീക്ഷിച്ച പോലത്തുള്ള ഗ്രോത്ത് ഈ സ്റ്റോക്കിൽ വരാത്തത്. ഇവർ അറ്റ്ലീസ്റ്റ് ഇവരുടെ സിസ്റ്റം ക്രെഡിറ്റ് ഗ്രോത്ത്, നമ്മുടെ നാട്ടിൽ എങ്ങനെയാണോ ലോൺ ബുക്ക് മൊത്തത്തിൽ ആ ഒരു സെക്ടറിൽ ഗ്രോത്ത് വരുന്നത് അതിന് മുകളിലെങ്കിലും പെർഫോം ചെയ്യാതെ, അല്ലെങ്കിൽ അതിനനുസരിച്ച് പെർഫോം ചെയ്യും. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ആ ഒരു രീതിയിൽ ഇനി പെർഫോം ചെയ്യേണ്ട ബുദ്ധിമുട്ട് വരും. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഡിപ്പോസിറ്റ് കൃത്യമായിട്ട് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. കാരണം ഇവർ കൂടുതലായിട്ട് ലോൺ കൊടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇവർക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഡിപ്പോസിറ്റ് തന്നെ പോരാതെ വരും. കാരണം ഇപ്പോൾ തന്നെ ക്രെഡിറ്റ് ടു ഡിപ്പോസിറ്റ് റേഷ്യോ RBIയുടെ ഗൈഡ് ലൈൻസിന് മുകളിലായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ കൂടുതലായിട്ട് ലോൺ കൊടുക്കാനായിട്ട് തുടങ്ങി കഴിഞ്ഞാൽ ഇവർ അതിലും കൂടുതലായിട്ട് ഡിപ്പോസിറ്റ്സ് പുതിയതായിട്ട് കൊണ്ടുവരേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ ലോൺ ബുക്കിൽ ഈ പഴയ ഒരു ഗ്രോത്തിലേക്ക് 20% മുകളിലേക്കുള്ള ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ അത് കുറച്ചുകൂടി ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യം. ഇമ്പോസിബിൾ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ലെങ്കിൽ പോലും അത് അത്ര ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം പ്രത്യേകിച്ച് അവർ ലോൺ ബുക്കിൻ്റെ സൈസ് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ഏകദേശം 2,70,000 കോടികളുണ്ട് അവരുടെ മൊത്തം AUM സൈസ് എന്ന് പറഞ്ഞാൽ. സോ അതിന് മുകളിൽ ഇവർ 20% ഒക്കെ ഗ്രോ ചെയ്യാനും അതുപോലെ തന്നെ അതിനനുസരിച്ചിട്ട് ഇവിടെ ഡിപ്പോസിറ്റ്സ് ഇപ്പോൾ തന്നെ ഓൾറെഡി അവർക്ക് ഡിപ്പോസിറ്റ്സ് കൂടുതലായിട്ട് ആവശ്യമുണ്ട്. സോ അതിൻ്റെ മുകളിൽ അവർ 20% ഗ്രോ ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവർ അതിലും കൂടുതൽ ഡിപ്പോസിറ്റ്സ് കളക്ട് ചെയ്യേണ്ടതായിട്ട് വരും. സോ അത് അത്ര ഈസി ആയിട്ട് നടക്കുന്ന ഒരു കാര്യമല്ല. ഇതുകൊണ്ടാണ് ഈ സ്റ്റോക്കിൽ ഈ പറയുന്ന നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെയുള്ള മൂവ്മെൻറ്റ് കാര്യങ്ങളൊന്നും കിട്ടാതെ. അതല്ലാതെ ഈ പറഞ്ഞ ഒരാൾ റിസൈൻ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ വന്ന ആ കമൻട്രിയൊക്കെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ സ്റ്റോക്ക് അതിന് മുമ്പ് തൊട്ടേ ഇതിൻ്റെ പെർഫോമൻസ് മോശമായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിനെ പറ്റി പറഞ്ഞല്ലോ, അവർ ലോൺ കൊടുക്കുന്നതും അതുപോലെ തന്നെ അവർ ക്യാപിറ്റൽ റൈസ് ചെയ്യുന്നതും. അപ്പോൾ അതിന് ഡിഫറൻസ് അവിടെ നിംസ് നോക്കിക്കഴിഞ്ഞാൽ കോവിഡിന് മുമ്പ് അവർക്ക് 4-ന് മുകളിൽ 4.2-ന് മുകളിലായിരുന്നു അവർക്ക് നിംസ് ഉണ്ടായിരുന്നു. എല്ലാ വർഷങ്ങളും നോക്കിയാൽ അറിയാം, 2008 തൊട്ട് ഇങ്ങോട്ട് നോക്കിയാൽ അവർക്ക് 2020 വരെയുള്ള സമയത്ത് 4.2-ന് മുകളിലായിരുന്നു ആവറേജ് അവരുടെ നിംസ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ നോക്കി അതിന് ശേഷം വന്നു കഴിഞ്ഞാൽ അത് താഴേക്ക് പോയിട്ടുണ്ട്, ഏകദേശം ഒരു 4.1-ലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ ഈ മെർജർ കഴിഞ്ഞ സമയത്ത് ഇവരുടെ നിംസ് എന്ന് പറയുന്നത് 3.5-നടുത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. അതായത് ഈ മെർജറിന് ശേഷം നല്ല രീതിയിൽ അവരുടെ നിംസ് കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഇത് പ്രോഫിറ്റബിലിറ്റിയാണ് ഈ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിംസ് കുറയുന്നതിനനുസരിച്ചിട്ട്. ഇതും പ്രൈമായിട്ടുള്ള ഒരു റീസൺ തന്നെയാണ്. പിന്നെ ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് ഇതുപോലെ താഴേക്ക് പോകാതെ, അതായത് 50-60% താഴേക്ക് പോകാതെ പിടിച്ച് നിൽക്കുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ അവരുടെ അസറ്റ് ക്വാളിറ്റിയാണ്. അസറ്റ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ GNPA NNPA കാര്യമാണ് പറഞ്ഞത്. ഇതാണ് GNPA ഗ്രോസ് NPA കാര്യം പറഞ്ഞത്. ഗ്രോസ് NPA നോക്കിയാൽ ഇപ്പോഴും 1.15% ആണ് ഗ്രോസ് NPA ഉള്ളത്. NNPA നോക്കിയാൽ 0.38 ആണ് ഇപ്പോൾ ടോട്ടൽ ഉള്ളത്. സോ അത് നോക്കിയാൽ പണ്ടുണ്ടായിരുന്ന അതേ ഒരു ലെവലിൽ തന്നെ ഏകദേശം അവർക്ക് അത് കീപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അത് കീപ്പ് ചെയ്യുന്നത് തന്നെയല്ല, ഈ ഒരു ഫിനാൻഷ്യൽ സെക്ടറിലെ തന്നെ ഏറ്റവും നല്ല അസറ്റ് ക്വാളിറ്റിയാണ് HDFC ബാങ്കിൻ്റെ. അതും ഇത്രയും വലിയ ലോൺ ബുക്കിൻ്റെ സൈസ് വെച്ചിട്ട് അവർ അസറ്റ് ക്വാളിറ്റി അവർക്ക് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റോക്കിൻ്റെ പ്രൈസ് ഒരുപാട് താഴേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ ഇവർ ലോൺ ബുക്കിൽ ഗ്രോത്ത് വരുത്താത്തടത്തോളം കാലം, അല്ലെങ്കിൽ ഇതിലും കൂടുതൽ പേസിൽ ഗ്രോ ചെയ്യാത്തടത്തോളം കാലം ഇവിടുന്ന് സ്റ്റോക്കിന് ഒരുപാട് ഞാൻ പറയുന്നത് വെച്ചാൽ 20% 30% ഒക്കെ റിട്ടേൺ ചിലപ്പോൾ സ്റ്റോക്ക് തന്നേക്കാം. കാരണം സൈഡ് വേസ് ആയിട്ടുള്ള മൂവ്മെൻറ്റിൽ പോലും ആ രീതിയിലുള്ള റിട്ടേൺ കാര്യങ്ങളൊക്കെ വരും. പക്ഷേ ഞാൻ പറയുന്നത് ലോങ് ടൈമിലേക്ക് നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് നല്ല രീതിയിൽ, അല്ലെങ്കിൽ 2020 മുമ്പ് എങ്ങനെയാണ് സ്റ്റോക്ക് പെർഫോം ചെയ്തത് ആ ഒരു രീതിയിലൊക്കെ സ്റ്റോക്കിനെയും ഈ ഒരു ഇപ്പോഴത്തെ സ്റ്റോക്ക് ബിസിനസ്സിൻ്റെ പെർഫോമൻസ് വെച്ചിട്ട് ആ ഒരു രീതിയിലുള്ള റിട്ടേൺ ജനറേറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഇപ്പം ഞാൻ ഷെയർ ചെയ്ത കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ പറഞ്ഞ ലോൺ ബുക്കിൻ്റെ ഗ്രോത്ത് ആണ് പ്രൈമറി ആയിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം. കാരണം ബിസിനസ്സിൽ ഗ്രോത്ത് വരണമെന്നുണ്ടെങ്കിൽ ലോൺ ബുക്കിൽ ഗ്രോത്ത് വരണം. ആ ഗ്രോത്ത് അവിടെ വരുന്നില്ല. അതിൻ്റെ ഗ്രോത്ത് 20% താഴേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു 10-11% കമ്പനിയുടെ ഗ്രോത്ത് നിൽക്കുന്നത്. 12% കഴിഞ്ഞ ഫൈനാൻഷ്യൽ ഇയറിൽ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ നിംസ് താഴേക്ക് പോയതാണ്. നിംസ് താഴേക്ക് പോകാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഈ പറഞ്ഞ HDFC ലിമിറ്റഡ് ആയിട്ടുള്ള മെർജർ തന്നെയാണ് മെയിൻ റീസൺ. കാരണം HDFC ലിമിറ്റഡ് ഇപ്പം അതൊരു NBFC എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞില്ലേ,
അവരെ മെർജ് ചെയ്യുന്ന അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ CRR SLR അങ്ങനത്തെ കാര്യങ്ങളൊന്നും മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. പക്ഷേ HDFCയിലേക്ക് മെർജ് ചെയ്യുന്ന സമയത്ത് HDFCയുടെ അസറ്റ് കൂടിയിട്ടുണ്ട്. അപ്പോൾ HDFCയുടെ അസറ്റ് കൂടുന്നതിനനുസരിച്ച് HDFC ഈ RBIയിൽ കീപ്പ് ചെയ്യേണ്ട എമൗണ്ട് കൂടും. അതുകൊണ്ട് തന്നെ ഇവർ കൂടുതലായിട്ട് ക്യാപിറ്റൽ റേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ കോസ്റ്റ് ഓഫ് ബോറോയിങ് കാര്യങ്ങളൊക്കെ കൂടിയിട്ടുണ്ട്. അത് കൂടിയതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ഈ പറഞ്ഞ നിംസ് ഇവരുടെ ഒരുപാട് താഴേക്ക് പോയിട്ടുള്ളത്. അപ്പോൾ നിംസിൽ നല്ല രീതിയിൽ നന്നായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരുന്ന അവസ്ഥയിൽ നിന്ന് നിംസ് നല്ല രീതിയിൽ താഴേക്ക് പോയിട്ടുണ്ട്. ലോൺ ബുക്കിന്റെ ഗ്രോത്ത് പകുതിയല്ല, അതിലും താഴേക്ക് വന്നിട്ടുണ്ട് ലോൺ ബുക്കിന്റെ ഗ്രോത്ത്. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ ഫ്യൂച്ചർ ഔട്ട്ലുക്ക് നോക്കിയാൽ ഇപ്പോൾ ഈ ഒരു അടുത്തൊരു ഫൈനാൻഷ്യൽ ഇയറിലേക്ക് മാനേജ്മെന്റ് ക്ലിയർ ആയിട്ടുള്ള ഗൈഡൻസ് കാര്യങ്ങളൊന്നും തന്നിട്ടില്ല. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നടക്കുന്ന വാർ കാര്യങ്ങളുള്ളതുകൊണ്ട് തന്നെ മാനേജ്മെന്റ് യാതൊരു രീതിയിലുള്ള ഗൈഡൻസ് കാര്യങ്ങൾ തന്നിട്ടില്ല. പക്ഷേ സെയിം ടൈമിൽ ചെറിയ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും അല്ലെങ്കിൽ ചെറിയ NBFCകളും അങ്ങനത്തെ കമ്പനികൾ പോലും നമുക്ക് ലോൺ ബുക്കിന് ഗൈഡൻസ് കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. ആ ഒരു സമയത്ത് ഈ ഒരു മാനേജ്മെന്റ് ഈ ഒരു അടുത്തൊരു ഫൈനാൻഷ്യൽ ഇയറിലേക്ക് പ്രത്യേകിച്ച് അടുത്തൊരു 1-2 മാസത്തേക്ക് എന്തായാലും ഗൈഡൻസ് തരുന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഗൈഡൻസ് കാര്യങ്ങളൊന്നും നമുക്ക് ഇവിടുന്ന് കിട്ടുന്നില്ല. ഫ്യൂച്ചർ ഔട്ട്ലുക്ക് എന്താണെന്ന് കൃത്യമായിട്ടുള്ള ധാരണയില്ല. കാരണം ഈ നിംസ് എങ്ങനെ ഇമ്പ്രൂവ് ആവുന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് ഇപ്പോൾ പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഇവർക്ക് ഇനിയും ഫണ്ട് ഡിപ്പോസിറ്റ്സ് ഗ്രോ ചെയ്യേണ്ടതായിട്ടുണ്ട്. 2 ആ ഡിപ്പോസിറ്റ്സ് ഗ്രോ ചെയ്യാതെ ഇവർക്ക് പ്രോപ്പറായിട്ട് ഇവരുടെ ലോൺ ബുക്കിൽ ആ ഗ്രോത്ത് വരുത്തുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പിന്നെ മൂന്നാമത്തെ കാര്യം ഇവർ നല്ല രീതിയിൽ ഗ്രോ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇവർ റിസ്ക് കൂടിയിട്ടുള്ള സെക്ടറിൽ കൂടുതലായിട്ട് ലോണുകൾ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് സെക്യൂർഡ് അല്ലാത്ത അൺസെക്യൂർഡ് ബുക്കിൽ നല്ല ഗ്രോത്ത് കാര്യങ്ങൾ വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ അൺസെക്യൂർഡ് ബുക്കിൽ നിന്നുള്ള ഗ്രോത്ത് കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈൽഡിനെ നല്ല രീതിയിൽ അത് അഫക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റോക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ നല്ല ചേഞ്ചും കാര്യങ്ങളും വരണം. അറ്റ്ലീസ്റ്റ് സിസ്റ്റം ക്രെഡിറ്റ് ഗ്രോത്തിനനുസരിച്ച് ഗ്രോ ചെയ്യുകയും അതുപോലെ തന്നെ നിംസിലൊക്കെ കുറച്ചുകൂടെ എക്സ്പാൻഷൻ കാര്യങ്ങളൊന്നും വരാതെ തന്നെ ഈ സ്റ്റോക്കിൽ മൂവ്മെന്റ് കാര്യങ്ങൾ വരാൻ സാധ്യത കുറവാണ്. ഇത് പറയുമ്പോൾ ഞാൻ പറയുന്ന ഒരു ഷോർട്ട് ടൈമിൽ 10% 20% മൂവ്മെന്റിനെ പറ്റിയിട്ടല്ല നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഹാർഡ് ആയിട്ടുള്ള മണി ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. അതല്ലാതെ ആരെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നത് വെച്ചിട്ട് നിങ്ങൾ ഏറ്റവും നല്ല സ്റ്റോക്കാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്ട് ആവും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനത്തെ സ്റ്റോക്കുകളിലേക്ക് പോകാതെ നിങ്ങൾ ആ കമ്പനിയുടെ ഫ്യൂച്ചർ ഗ്രോത്ത് എന്താവും, അതിന്റെ പൊട്ടൻഷ്യൽ എന്തുണ്ട്, അവിടെ എന്താണ് ബിസിനസ്സിൽ നടക്കുന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ കൃത്യമായിട്ട് സ്റ്റോക്കിനെ പഠിച്ചതിന് ശേഷം മാത്രം HDFC ബാങ്കിൽ നിങ്ങൾ പൊസിഷൻ എടുക്കണോ അല്ലെങ്കിൽ ഉള്ള പൊസിഷൻ കട്ട് ചെയ്യണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങളുടെ ഡിസിഷൻസ് കാര്യങ്ങളൊക്കെ അതിന് ശേഷം മാത്രം മേക്ക് ചെയ്യുക. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം.